നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 ഒക്ടോബർ മാസം 27-ാം തീയതി 1201 ആണ്ട് തുലാമാസം 10-ാം തീയതി തിങ്കളാഴ്ച. ഇന്ന് തിങ്കളാഴ്ചയാണ്. മൂലം നക്ഷത്രമാണ്. നക്ഷത്രങ്ങളിൽ ഏറ്റവും പവർഫുള്ളായ നക്ഷത്രമാണ്. മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഉള്ളവരും, അതായത് മറ്റ് സ്റ്റേറ്റിലൊക്കെ ഉള്ളവർ മൂലം നക്ഷത്രത്തിനെ വളരെ അഭിമാനത്തോടു കൂടി പറയും. കാരണം അത് പവർഫുൾ നക്ഷത്രമാണ്, എല്ലാത്തിൻ്റെയും ടോപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ മൂലം നക്ഷത്രമാണ്, തിങ്കളാഴ്ചയാണ്. അപ്പോൾ നല്ല ദിവസമാണ്, നല്ല നക്ഷത്രമാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ശുഭകാര്യങ്ങൾക്ക്, ഇന്നൊരു ആഴ്ചയുടെ ആരംഭമാണ്. നമ്മൾ ഇറങ്ങുന്ന കാര്യങ്ങൾ വളരെ അനുകൂലപ്രദമായി മാറുന്ന ഒരു ദിവസമാണ്. അപ്പോൾ നമുക്ക് വളരെ സന്തോഷത്തോടു കൂടി ഇന്നത്തെ ഓരോ ദിവസത്തിലെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങാം. അത് അനുകൂലപ്രദമായി തീരും. അതുപോലെ ഇന്ന് തുലാമാസത്തിലെ മൂലം നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ ഭാഗ്യദായകമായ ഒരു വർഷമാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. ഭാഗ്യദായകമായ അവസ്ഥയ്ക്ക് ഇടവരും, സന്തോഷപ്രദമായ അവസ്ഥയ്ക്ക് ഇടവരുത്തും. സാമ്പത്തിക പുരോഗതിക്കും ഐശ്വര്യബലത്തെയും വളരെ ഉന്നതിയെയും ഒക്കെ പ്രദാനം ചെയ്യുന്ന ഒരു വർഷത്തിലേക്ക് വരികയാണ്. സാമ്പത്തിക പുരോഗതിയിലേക്ക് വരുന്ന ഒരു വർഷമാണ്. അപ്പോൾ നമ്മൾ ഇറങ്ങുന്ന കാര്യങ്ങൾ വിജയിക്കുന്നതിനൊപ്പം തന്നെ വീട് വെക്കാനോ വസ്തു മേടിക്കാനോ വാഹനം വാങ്ങാനോ, അതുപോലെ വിദേശ യാത്രയ്ക്ക്, വിദേശത്ത് എനിക്ക് പോകണം, അല്ലെങ്കിൽ പഠിക്കാനാവട്ടെ, ജോലിക്കാവട്ടെ, അല്ലെങ്കിൽ മൈഗ്രേറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകാനാവട്ടെ, ഇതിനൊക്കെ അനുകൂലപ്രദമായ ഒരു സാഹചര്യം തെളിയും. നിങ്ങൾക്ക് ശ്രമിച്ചാൽ നടക്കും. അതുകൊണ്ട് ശ്രമിക്കണം. നമുക്ക് നടക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ശ്രമിക്കാം. നടക്കാത്ത കാര്യത്തിന് ശ്രമിച്ചിട്ട് കാര്യമില്ല. അപ്പം സമയം അനുകൂലത്തിലാണോ പ്രതികൂലത്തിലാണോ എന്ന് അറിയുകയാണ് ജ്യോതിഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും രാവുകാലം നോക്കിയിട്ട് യാത്ര തിരിക്കണം. രാവുകാല സമയം ഇന്ന് വരുന്നത് തന്നെ 7:45 തൊട്ട് രാവുകാലം തുടങ്ങിയാണ്. 7 തൊട്ട് 9 മണി വരെ എന്നുള്ളത് 7:45 തൊട്ട് 9:14 വരെ രാവുകാല സമയമുണ്ട്. അതുപോലെ ഗുളികകാല സമയവും യമകണ്ഠ കാല സമയവും, ഗുളിക വരുന്നത് 1:36 തൊട്ട് 3:04 വരെയും, യമകണ്ഠ കാല സമയം വരുന്നത് 10:41 തൊട്ട് 12:06 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. അതുപോലെ ഇന്നും അഭിജിത്ത് മുഹൂർത്തമുണ്ട്. അഭിജിത്ത് മുഹൂർത്തത്തിന് വന്നിരിക്കുന്ന സമയം, ഇന്നത്തെ അഭിജിത്ത് മുഹൂർത്തം 11:44 തൊട്ട് 12:32 വരെ അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയമാണ്. അഭിജിത്ത് മുഹൂർത്തം എല്ലാ ശുഭകാര്യങ്ങൾക്കും അനുകൂലപ്രദമാണ്. അല്ലാതെ തന്നെ ഇന്ന് മുഹൂർത്തമുണ്ട്. അഭിജിത്ത് മുഹൂർത്തം കുറച്ചുകൂടി നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന സമയമാണ്. ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. വെളുത്ത തുണിയോ അല്ലെങ്കിൽ പേളിൻ്റെ കളറിലുള്ളതോ ഇതുമായി മിക്സ് ആയിട്ടുള്ള വസ്ത്രധാരണമോ നടത്തുന്നത് നമ്മളിലേക്ക് ചന്ദ്രൻ്റെ പ്രകാശം ആഗിരണം ചെയ്യാനും, നമ്മളിലേക്ക് പോസിറ്റീവ് എനർജി കൂട്ടാനും, ഇറങ്ങുന്ന കാര്യങ്ങൾ ശോഭിക്കാനും, പോകുന്നിടത്ത് ഷൈൻ ചെയ്യാനും ഒക്കെ ഇടവരുത്തും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.